നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ ധോഡ ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 4 പേർ മരിച്ചു. ചൊവ്വാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിൽ 10ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. കത്വ, കിഷ്ത്വാർ ജില്ലകളിലെ സമാനമായ ദുരന്തങ്ങൾക്ക് പിന്നാലെയാണ് ധോഡയിലും ദുരന്തം വിതച്ചത്. പ്രസിദ്ധമായ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിന് സമീപമാണ് ദുരന്തമുണ്ടായത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് പ്രതിഷേധത്തിലേക്കുള്ള തീർത്ഥാടന യാത്ര നേരത്തെ തന്നെ നിർത്തിവെച്ചിരുന്നു. ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ടെലിഫോൺ, ഇന്റർനെറ്റ്, വാർത്താവിനിമയ ബന്ധങ്ങൾ പലയിടത്തും തടസ്സപ്പെടുകയും ചെയ്തു. ജമ്മു ഡിവിഷനിലെ കത്വ, സാംബ, ധോഡ, ജമ്മു, അതുപോലെ തന്നെ റംബാൻ, കിഷ്ത്വാർ തുടങ്ങിയ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മു ഡിവിഷനിലെ എല്ലാ സർക്കാർ, സ്വകാര്യ ആശുപത്രികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. സാഹചര്യം അതീവ ഗുരുതരമാണ് എന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പ്രതികരിച്ചു. മണ്ണിടിച്ചിലിനും പാറകൾ വീഴുന്നതിനെയും തുടർന്ന് മുൻകരുതൽ നടപടിയായി ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതം നിർത്തിവെച്ചു. ധോഡയിലെ ഒരു പ്രധാന റോഡ് അരുവി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒലിച്ചുപോയി. താവി നദി കരകവിഞ്ഞൊഴുകുകയാണ്. പല നദികളും അരുവികളിലും ജലനിരപ്പ് അപകടകരമായ നിലയിൽ മുകളിലെത്തുന്നുവെന്നും ഇത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ജമ്മു മേഖലയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലാശയങ്ങളിൽ നിന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച രാവിലെ 8:30 അവസാനിച്ച 24 മണിക്കൂറിൽ മേഖലയിൽ ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത് കത്വയിലാണ്, 155.6 മില്ലിമീറ്റർ. ധോഡയിൽ ഭർദർവായിൽ 99.8 മില്ലിമീറ്ററും ജമ്മുവിൽ 81.5 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. ഓഗസ്റ്റ് 27 വരെ ഉയർന്ന പ്രദേശങ്ങൾ കൂടുതൽ മേഘവിസ്ഫോടനങ്ങൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.